തിരുവനന്തപുരം നഗരസഭയിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ഒരു പദ്ധതി, അതായത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതിയാണ് ഇന്ന് BJPയുടെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നേ BJPയുടെ ഒരു ടാഗ്ലൈൻ ഉണ്ടായിരുന്നു, മാറാത്തത് മാറുമെന്ന്. ആ ഒരു മാറ്റമാണ് ഇവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ വാക്ക് അക്ഷരാർത്ഥത്തിൽ ബഹുമാനിയായിട്ടുള്ള മേയറുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി 100% ജനങ്ങളിൽ എത്തിക്കുകയാണ്. കാരണം പാവപ്പെട്ട ജനങ്ങൾക്ക് അവരുടെ കൂലിപ്പണിയെടുക്കുന്ന കഷ്ടപ്പെടുന്ന സാധാരണക്കാരൻ ഒരു അധ്യയന വർഷം സ്കൂൾ തുറക്കുന്ന സമയത്ത് അവരുടെ കഷ്ടപ്പാടുകളെന്ന് പറയുന്നത് നമ്മൾ ചെറുതല്ല. വീട് വാടക കൊടുക്കണം, വീടിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കണം, മഴക്കാലമാണ്, അവർക്ക് ബാഗ് വാങ്ങണം, യൂണിഫോം വാങ്ങണം, അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന രക്ഷിതാക്കൾക്ക് ഗവൺമെൻറ് സ്കൂളിലെ ഗവൺമെൻറ് HMൻ്റെ കയ്യിൽ നിന്ന്, സ്കൂളിൻ്റെ HMൻ്റെ കയ്യിൽ നിന്ന് ലിസ്റ്റ് വാങ്ങി പാവപ്പെട്ട കുട്ടികളെ ആ രീതിയിൽ സെലക്ട് ചെയ്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മേയർ കെയർ എന്ന പദ്ധതി ഇവിടെ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത്. അത് തികച്ചും വ്യത്യസ്തമാണ്. ഈ പറഞ്ഞ പോലെ മാറാത്തത് മാറും എന്ന ആ വാക്ക് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ പാവപ്പെട്ട ആളുകൾക്ക് ഇപ്പോൾ പ്രയോജനം വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ പ്രദേശത്തൊക്കെ സാധാരണക്കാരായ കുട്ടികൾ അവർക്ക് യൂണിഫോം വാങ്ങണം, ബാഗ് വാങ്ങണം, ഫീസ് അടയ്ക്കണം, അങ്ങനെയുള്ള തിരക്ക് പിടിച്ച് നടക്കുന്ന സമയത്ത് നമ്മളൊരു കിറ്റായിട്ട് അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കിറ്റായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇപ്പം കഴിഞ്ഞ വർഷമൊക്കെ ഇവിടെ CPM ആണ് ഭരിച്ചിരുന്നത്, തിരുവനന്തപുരം കോർപ്പറേഷൻ. പക്ഷേ സ്കൂളുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കെട്ടിടങ്ങളൊക്കെ കെട്ടിപ്പൊക്കുന്നു എന്നല്ലാതെ അതിൻ്റെ അകത്തൊരു സൗകര്യമെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇനി BJPയുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്കൂളുകളിലെ ഒരു വികസനമായിരിക്കും. തീർച്ചയായിട്ടും ഇപ്പോൾ അതിൻ്റെ പ്രാരംഭ നടപടി തന്നെ ആരംഭിച്ചല്ലോ. 14 കോടി രൂപയാണ്. ഞാൻ നഗരസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് ഇത് 5ാമത്തെ പ്രാവശ്യമാണ്. ഏകദേശം 5 പ്രാവശ്യവും ഞാൻ വിവിധങ്ങളായിട്ടുള്ള മേയറോടൊപ്പം കൗൺസിലറായി പ്രവർത്തിച്ച ആളാണ്. എൻ്റെ അറിവിൽ ഇതുവരെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനും സ്കൂൾ തുറക്കുന്ന സമയത്ത് അവരുടെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ ഒരു സ്കൂളിന് അനുവദിച്ചിരിക്കുകയാണ്. 14 കോടി രൂപ ഇവിടുത്തെ ഓൺ ഫണ്ടിൽ നിന്ന് സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യ ലഭ്യത ഉറപ്പുവരുത്താനായി ബഹുമാനായിട്ടുള്ള മേയർ തീരുമാനമെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ബന്ധപ്പെട്ട ചെയർമാനായിട്ടുള്ള ശ്രീ ചെമ്പഴന്തി ഉദയൻ അതിനു വേണ്ടിയിട്ടുള്ള നിരന്തരമായ സ്കൂളുകളിൽ യാത്ര ചെയ്തുകൊണ്ട് അത്തരം സ്കൂളുകളെ സെലക്ട് ചെയ്ത് എല്ലാ സ്കൂളും 101 അവിടെ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് 101 സ്കൂളിൽ വാർഡിലെയും സർക്കാർ സ്കൂളുകൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്ക് 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ അനുവദിച്ചിട്ടുണ്ട്. ഈ ഒരു പദ്ധതിയിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു പ്രചോദനം അത് എവിടെ നിന്ന്? നമ്മളെല്ലാം ജനങ്ങളെ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളാണ്. അപ്പോൾ ജനങ്ങളുടെ ബുദ്ധിമുട്ട് തികച്ചും തിരിച്ചറിയാവുന്ന പ്രവർത്തനം ചെയ്ത് പരിചയസമ്പന്നരായിട്ടുള്ള ആളുകളാണ് നമ്മുടെ കൂടെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള 52 പേരുണ്ട്. ഈ 52 പേരും നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ജനങ്ങളെ കൂടെ നിന്ന് തിരഞ്ഞെടുപ്പിൽ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി നമ്മൾ ചർച്ചയിലൂടി എങ്ങനെ ഇത് പരിഹരിക്കണമെന്ന് ആലോചിച്ച് എടുത്ത തീരുമാനം. ഇനിയിപ്പോൾ അടുത്ത വികസന പ്രവർത്തനങ്ങൾ എന്താണ്? കാരണം ഇനിയിപ്പോൾ മഴ വരുന്നുണ്ട്. അപ്പോൾ തന്നെ റോഡുകളിലേക്ക് ഇപ്പം തന്നെ പ്രസ് ക്ലബിൻ്റെ അവിടെ മരം ഒടിഞ്ഞു വീണു, അടുത്ത വിമൻസ് കോളേജിൻ്റെ അവിടെ മരം ഒടിഞ്ഞു വീണു. അപ്പോൾ ഇനി സ്കൂൾ തുറക്കുമ്പോൾ ഒരു മരവീഴ്ച ഉണ്ടാകും. അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള 1 ലക്ഷം രൂപ ഒരു വാർഡിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിന് വേണ്ടി ഹെൽത്ത് കമ്മിറ്റി വഴി HIമാരുടെ അക്കൗണ്ടിലേക്ക് കൊടുത്തു. അവിടെ കൗൺസിലറുടെയും HIമാരുടെയും നേതൃത്വത്തിൽ ആ വർക്ക് നടക്കും. ഇപ്പോൾ 50,000 രൂപ അടിയന്തര സാഹചര്യം നേരിടാൻ അക്കൗണ്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. മരം ഒടിഞ്ഞു വീഴുന്നത്, അപകട സാധ്യതയുള്ള മരങ്ങൾ മുറിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു മതിൽ മറിഞ്ഞു വീണാൽ അങ്ങനെയുള്ള അടിയന്തര സാഹചര്യം നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള 50,000 രൂപ ഓരോ HIമാരുടെ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ അടുത്തൊരു ചോദ്യം, ഈ ഇപ്പോൾ സ്കൂൾ തുറക്കുകയാണ്. അപ്പോൾ കുട്ടികൾ കൂടുതലായിട്ട് ഈ ജ്യൂസ് കടകളിൽ ഒക്കെ കയറും, ഹോട്ടലുകളിലൊക്കെ ഭക്ഷണം കഴിക്കാൻ കയറും. അപ്പോൾ ജ്യൂസ് കടകളിൽ ഈ പാലിനൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പാലുകൾ ഉപയോഗിക്കും. വെള്ളം അവർ ഉപയോഗിക്കുന്നത് നല്ല വെള്ളം ആയിരിക്കില്ല. അപ്പോൾ ഒരു ഭക്ഷ്യ വിഷബാധ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ എങ്ങനെയായിരിക്കും? തികച്ചും നഗരസഭ ലൈസൻസ് കൊടുക്കുന്ന കാര്യത്തിലും കൊടുത്തിട്ടുള്ളത് അത് യഥാവിധി പരിപാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും, ലൈസൻസ് ഇല്ലാത്ത ഷോപ്പുകൾ അടച്ചുപൂട്ടാനും, ശുദ്ധിയും വൃത്തിയുമുള്ള ജ്യൂസ് കടകളല്ലാത്ത കടകൾക്ക് നേരെയുള്ള ശക്തമായ നടപടി ഹെൽത്ത് കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് തിരുവനന്തപുരം നഗരസഭയുടെ എല്ലാ വാർഡിലും പരിശോധനയുണ്ടാകും. പരിശോധനയ്ക്കുള്ള രൂപരേഖ തയ്യാറാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. കൃത്യമായിട്ട് നടക്കും. പരിപാലിക്കാത്ത കടകളൊക്കെ അടച്ചുപൂട്ടുക തന്നെ ചെയ്യും.